ഹായ്, ഇപ്പോൾ നമുക്കിന്നൊരു മിക്സ് റൂഫിംഗ് പാറ്റേണിലുള്ള ഈ ഒരു വീടിനെ കുറിച്ച് നോക്കാം. കണ്ടംപററിയും സ്ലാൻഡിങ്ങും മിക്സ് ആയിട്ടാണ് ഈ ഒരു വീടിൻ്റെ പാറ്റേൺ വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മോഡൽ കൂടിയാണ് ഈ ഒരു വീട്. ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ളതുമായിട്ടുള്ളൊരു പ്ലാൻ കൂടിയാണ് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോഡേൺ രീതിയിലുള്ള കണ്ടംപററിയും സ്ലാൻഡിങ്ങും, അതായത് സ്ലോപ്പായിട്ടുള്ളൊരു റൂഫും മിക്സ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത്. അതുപോലെ തന്നെ സിംഗിൾ സ്റ്റോറി വീടാണ് വരുന്നത്. 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീടാണ്. മറ്റെല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടെ കോർട്ട്യാർഡും നടുമുറ്റം അടക്കം വരുന്നൊരു വീടാണ്. അപ്പോൾ നമുക്ക് നേരെ പ്ലാനിലോട്ട് കിടക്കാം. പ്ലാനിലേക്ക് പോകുന്നതിന് മുമ്പ് എലിവേഷനിൽ നിങ്ങൾ കാണുന്ന ചില ഭാഗത്തുള്ള സൺഷെയ്ഡുകളോ ഒന്നും ഈ ഒരു പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അത് പ്ലാനിൻ്റെ പൂർണ്ണ രൂപം മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പോൾ ഓക്കെ, നമുക്കിതിൻ്റെ പ്ലാൻ നോക്കാം. ഇതാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ വരുന്നത്. അത്യാവശ്യം ഈ ഒരു പ്ലാനിൻ്റെ ഷേപ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, നല്ല ഭംഗിയിലുള്ളൊരു പ്ലാനാണ് ഈ ഒരു വീടിന് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലാൻ കൂടിയാണ് ഈ ഒരു വീടിൻ്റെ ഈ ഒരു പ്ലാൻ. ഇതിൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല കട്ടിങ്ങും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളൊരു ഷേപ്പാണ് ഈ ഒരു പ്ലാനിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത 3 ബെഡ്റൂം മാത്രമേ ഉള്ളൂ, സിംഗിൾ സ്റ്റോറി ആയിട്ടുള്ളൊരു വീട് കൂടിയാണ്. നിങ്ങൾക്ക് ഭാവിയിൽ അതല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇത് 4 ബെഡ്റൂം ആക്കണമെങ്കിൽ ആക്കാം. എലിവേഷനിൽ യാതൊരുവിധ മാറ്റങ്ങളുമില്ലാതെ ഈ ഒരു വീട് 4 ബെഡ്റൂമാക്കി മാറ്റാനും കഴിയുന്നതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ആദ്യം തന്നെ സിറ്റ് ഔട്ട് നോക്കാം. സിറ്റ് ഔട്ട് ഒരു എൽ ഷേപ്പിലുള്ളൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. വരുന്ന വീടിൻ്റെ ഫ്രണ്ടിലോട്ട് തന്നെ വരുന്നിടത്ത് തന്നെ ഒരു 3 സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിഥികളെ സ്വീകരിക്കാനെന്നോണം 3 സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ എത്തുന്നത് എൽ ആകൃതിയിലുള്ളൊരു സിറ്റ് ഔട്ടിലോട്ടാണ് എത്തുന്നത്. സിറ്റ് ഔട്ടിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ മുഴുവനായി നമുക്ക് സീറ്റിംഗ് ഏരിയ ആയിട്ട് ഫ്രീ ആയിട്ട് കിടക്കണം. യാതൊരു വിധത്തിലെ പാസേജോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും സിറ്റ് ഔട്ടിൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് വരുന്നില്ല. ഈ ഒരു ഏരിയ പൂർണ്ണമായി നമുക്ക് സീറ്റിങ്ങിനായിട്ട് അറേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു കോർണറിലായിട്ട് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലായിട്ടൊരു ഡബിൾ സൈസ് പില്ലർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ പില്ലർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധ്യമാവില്ല, കാരണം ഇവിടെ ഒരു സൺഷെയ്ഡ് ഈ റൂമിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒരു സൺഷെയ്ഡ് പോകുന്നുണ്ട്. അത് നമ്മൾ പറഗോള ടൈപ്പിൽ കവർ ചെയ്തിട്ടത് കാരണം ആ ഒരു പില്ലർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് എലിവേഷനിൽ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലോട്ട് ഇവിടെ വന്നിട്ടുള്ളതൊരു വലിയൊരു വിൻഡോ ആണ്. 5 കള്ളിയുടെ ഒരു വിൻഡോ ആണ് വന്നിട്ടുള്ളത്. ഇത് മുഴുവനായും ഗ്ലാസ് ഇടേണ്ടവർക്ക് മുഴുവൻ ഫുൾ ഗ്ലാസ് ആക്കിയിട്ട് അങ്ങനെയും ചെയ്യാം, ജനാല ഒഴിവാക്കിയിട്ട്. പിന്നെ നമ്മൾ നേരെ ഒരു മെയിൻ ഡോർ കടന്ന് നേരെ പോകുന്നത് ലിവിങ് ഹാളിലോട്ടാണ് പോകുന്നത്. നേരെ ലിവിങ് ഹാളിലെത്തി ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് സോഫ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയ തന്നെയാണ് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വീടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു ലിവിങ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വാളിൽ നമുക്ക് TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് ലിവിങ് ഏരിയയിൽ നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ഫ്രണ്ടിലായിട്ടൊരു 4 കള്ളി വിൻഡോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലും അതുപോലെ തന്നെ 4 കള്ളിയുടെ വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് വെൻറ്റിലേഷൻ കൂടി ഈ ഒരു വീടിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എലിവേഷനിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനത്ര വെൻറ്റിലേഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് നേരെ ലിവിങ് ഹാളിൽ നിന്നും ഒരു പാസേജ് വഴി എത്തുന്നത് മറ്റൊരു ഓപ്പൺ ഏരിയ ആണ്. ഇത് നമുക്ക് വരുന്നത് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത, അതൊരു നടുമുറ്റം ഉള്ളൊരു വീടാണ്, അതായത് കോർട്ട്യാർഡുള്ളൊരു വീടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വരുന്നൊരു പാസേജിലോട്ടാണ്. ഈ ഒരു പാസേജ് ഇങ്ങനെ 3 സൈഡിലോട്ടായിട്ട് പാസേജ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പാസേജിൻ്റെ ഈ ഒരു ഏരിയയിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫാമിലി ലേഡീസിന് സിറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ സോഫയായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലേഡീസ് സിറ്റിംഗ് ഏരിയ. ഇത് പാസേജ് ആണെങ്കിൽ പോലും നല്ല രീതിക്ക് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പാസേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ പാസേജിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇത് വരുന്നത് ഗസ്റ്റ് ബെഡ്റൂമാണ്. ആദ്യം തന്നെ വരുന്നത് ഗസ്റ്റ് ബെഡ്റൂം. ഇനി ഒരു ഗസ്റ്റ് ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കോർണർ വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ കൊടുക്കാൻ കാരണം ഈ ഒരു ഏരിയ ലാൻഡ്സ്കേപ്പ് ഏരിയ ഔട്ടറാണ്, വീടിൻ്റെ പുറത്ത് വരുന്ന ലാൻഡ്സ്കേപ്പ് ഏരിയ. ഇത് നമുക്ക് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് മഴവെള്ളം ചാടിക്കാവുന്ന രൂപത്തിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് നമുക്കൊരു വ്യൂ കിട്ടേണ്ട രൂപത്തിലാണ് ഇവിടെ ഒരു കോർണർ വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിക്ക് വ്യൂ കിട്ടുന്ന രൂപത്തിലാണ് ഈ ഒരു വീടിൻ്റെ ഈ ഒരു കോർണർ വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് നല്ലൊരു ബോണസ് പോയിൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബെഡ് ഇട്ടിട്ടുള്ളത് 6x6 കിങ് സൈസ് ആയിട്ടുള്ള ഒരു ബെഡാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ബാലൻസ് എത്രത്തോളം സ്പേസ് നിങ്ങൾക്ക് ഈ റൂമിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ റൂമിൻ്റെ സൈസ് അത്യാവശ്യം നല്ല ഹെവി സൈസ് തന്നെയാണ് എന്ന് പറയാവുന്നതാണ്. ഈ ഒരു വീടിനെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല രൂപത്തിൽ സൈസുള്ളൊരു ബെഡ്റൂമാണ് ഗസ്റ്റ് ബെഡ്റൂം വരുന്നത്. പിന്നെ ഈ ഒരു വാളിൽ നമുക്ക് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് നമ്മൾ 4 കള്ളിയുടെ വിൻഡോ, ഈ വിൻഡോ കാണാൻ സാധ്യതയില്ല, അതും കവർ ചെയ്തിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ സൈഡിൽ നമുക്കിവിടെ ഒരു കോർണർ വിൻഡോ കൂടിയാണ് ഈ റൂമിൽ വെന്റിലേഷന് വേണ്ടിയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാർഡ്രോബ് ഇവിടെ വരുമ്പോൾ ബെഡ് ഈ ഒരു പൊസിഷനിൽ ഇട്ടത് കൊണ്ട് ഇത്രയും ഏരിയ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ബെഡ് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത്രയും ഏരിയ നമുക്ക് മൈനസ് ആവുകയും ചെയ്യും. അപ്പോൾ ബെഡിൻ്റെ കാര്യങ്ങളും വാർഡ്രോബിൻ്റെ കാര്യങ്ങളും നിങ്ങൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ആദ്യം ലേ ഔട്ട് കറക്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലം നിങ്ങൾക്ക് ലാഭിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ ഗസ്റ്റ് ബെഡ്റൂമിൽ നിന്നും ഇറങ്ങി ഈ പാസേജ് വഴി വന്നു. പാസേജ് വഴി വരുമ്പോൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് 3 സൈഡും ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് കോർട്ട്യാർഡിലോട്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഹാൻഡ് റെയിൽ വെച്ച് ചെയ്യാവുന്നതാണ്, ഗ്ലാസ് ടൈപ്പോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ പാസേജിലൂടെ വന്ന് ഈ പാസേജിലൂടെ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളടുത്തൊരു ബെഡ്റൂമിലോട്ടാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിലോട്ട് ഇങ്ങനെ കിടന്നും ബെഡ്റൂമിൻ്റെ അകത്ത് തന്നെ നമ്മളൊരു കോറിഡോറാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോറിഡോറിൽ നിന്നുമാണ് നമ്മളിവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റിലോട്ടുള്ള എൻട്രി കൊടുത്തിട്ടുള്ളത്. അതെല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ നല്ലൊരു ഓപ്ഷനാണ് കോറിഡോറിൽ നിന്ന് നമ്മൾ അറ്റാച്ച്ഡ് ടോയ്ലറ്റിലോട്ട് എൻട്രി കൊടുക്കുന്നത്. കാരണം നമുക്ക് ഡയറക്റ്റ് ബെഡ്റൂമിലോട്ട് എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ബാത്റൂമിൽ നിന്നുമുള്ള വെള്ളം ബെഡ്റൂമിലോട്ട് എൻ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ ഈ കോറിഡോറിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടുന്ന് വെള്ളം ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ബെഡ്റൂമിലോട്ട് എത്തിയാൽ മതി. പിന്നെ ഈ ഒരു ടോയ്ലറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് സൈസുണ്ട്. ബാത്തിങ് ഏരിയ ഇട്ടിട്ടുണ്ട്, ക്ലോസറ്റ്, അതുപോലെ തന്നെ വാഷ് ബേസ് എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളോടും ഉൾപ്പെടെയുള്ള അത്യാവശ്യം നല്ല സൈസുള്ളൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് ഈ ഒരു വീടിന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ടോയ്ലറ്റിൽ നിന്നും ഇറങ്ങി കോറിഡോറിലൂടെ ഇങ്ങനെ നമ്മൾ ബെഡ്റൂമിലോട്ടെത്തി. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് സൈസുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നമ്മളിവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റൂമിലെ ബെഡിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 6x6 കിങ് സൈസ് ബെഡാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രത്തോളം ഏരിയ ബാലൻസ് ഉണ്ട്. ഈ ഒരു റൂമിൻ്റെ സൈസ് നിങ്ങൾക്ക് അങ്ങനെയും മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ബെഡ്റൂമിലൊരു സീറ്റിംഗ് ഏരിയ, ഒരു സോഫ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബെഡ്റൂമിലൊരു സ്റ്റഡി ടേബിളോ അതല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണൽ സ്റ്റഡി ഏരിയ എന്തെങ്കിലും ഇവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ അതിനും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം കൂടിയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു 4 കള്ളിയുടെ ഒരു വിൻഡോ വെന്റിലേഷന് വേണ്ടിയിട്ടും കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ സെറ്റിങ്ങും അതിൻ്റെ ലേ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇൻറ്റീരിയർ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സ്ഥലം ലാഭിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഇറങ്ങി ഈ ഒരു പാസേജിലോട്ട് എത്തി പിന്നീട് നമ്മൾ കാണുന്നൊരു കിച്ചണാണ് വരുന്നത്. മോഡുലാർ കിച്ചൺ, ഒരു സിംഗിൾ കിച്ചണാണ് ഈ ഒരു വീടിന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എങ്കിലും എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ളൊരു കിച്ചണാണ് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. മോഡുലാർ കിച്ചണാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു 4 കള്ളിയുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് വെന്റിലേഷന് വേണ്ടിയിട്ട്. ഇവിടെയും ഒരു 4 കള്ളിയുടെ വിൻഡോ ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് കിച്ചണിൽ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സിറ്റ് ഡോർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കിച്ചണിൻ്റെ സൈസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എത്രത്തോളം സ്പേഷ്യസ് ആണ് ഇതിൻ്റെ കിച്ചൺ വരുന്നത് എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ കിച്ചൺ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് ഡയറക്റ്റായിട്ട് ഡൈനിങ് ഹാളിലോട്ടാണ് ഓപ്പണിങ് വരുന്നത്. അപ്പം നമ്മൾ നേരെ കിച്ചണിൽ നിന്നും ഇറങ്ങി പിന്നീട് വരുന്നത് ഡൈനിങ് ഹാളിലോട്ടാണ്. ഇതാണ് ഡൈനിങ് ഹാൾ വരുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഓപ്പണാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് കാണാൻ പറ്റുന്നതാണ്. കാര്യം ഇത്രയും ഏരിയ, ഈ കോർട്ട്യാർഡ് അടക്കം ഈ ഒരു ഇത്രയും ഏരിയ നമുക്ക് ഓപ്പണായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഈ കോർട്ട്യാർഡ് ഒരു യാതൊരുവിധ തടസ്സവും വരുന്നില്ല. ഇത്രയും ഏരിയ കംപ്ലീറ്റ്ലി ഓപ്പണായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു 6 ആൾ ഇരിക്കേണ്ട രൂപത്തിലാണ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വലിയ ടേബിൾ ആക്കണമെങ്കിൽ വലിയ ടേബിളാക്കാം. 8 പേർ ഇരിക്കേണ്ട രൂപത്തിലും വലിയ ടേബിൾ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിലോട്ട് നമുക്കൊരു 4 കള്ളിയുടെ ഒരു വിൻഡോ
അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെന്റിലേഷൻ നല്ല രീതിക്ക് കിട്ടുന്നതാണ് ഈ ഒരു വിൻഡോ. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇവിടെ നിന്നും ഡൈനിങ് ഹാളിൽ നിന്നും ഡയറക്റ്റായിട്ടൊരു കോമൺ ടോയ്ലറ്റിലോട്ടാണ് പോകുന്നത്. ഈ ഒരു കോമൺ ടോയ്ലറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ഡൈനിങ് ഹാളിലോട്ടല്ല എൻട്രി വരുന്നത്. നേരെ നമ്മളൊരു വാഷിംഗ് ഏരിയയിൽ, വാഷ് ബേസ് വെച്ചിട്ടുള്ള ഈ ഒരു ഏരിയയിൽ പോയിട്ട് ഇവിടെ നിന്നുമാണ് നമ്മൾ ഈ ടോയ്ലറ്റിലോട്ടുള്ള എൻട്രി വരുന്നത്. അത് നല്ല രീതിക്കൊരു പ്രൈവസി കീപ്പ് ചെയ്തതും മറ്റു നല്ലൊരു ഗുണമുള്ളൊരു കാര്യമാണ്. കാര്യം ഈ ഡൈനിങ് ഹാളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബാത്റൂമിൻ്റെ ഡോറ് അടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും. മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു പാസേജിലോട്ട് ഇറങ്ങിയിട്ടാണ് ഡോറ് കൊടുക്കാൻ നല്ലത്. അപ്പോൾ ഈ ഒരു ടോയ്ലറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്യാവുന്ന രൂപത്തിലുള്ളൊരു ടോയ്ലറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ബാത്തിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്, ഒരു ക്ലോസറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു വാഷ് ബേസ് കൊടുത്തിട്ടില്ല, കാര്യം ഇവിടെ വാഷ് ബേസ് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വാഷ് ബേസ് കൊടുത്തിട്ടില്ല. ബാക്കി മറ്റു കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന രൂപത്തിലാണ് ഈ ഒരു കോമൺ ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ കോമൺ ടോയ്ലറ്റിൽ നിന്നും ഇറങ്ങി ഡൈനിങ് ഹാളിലെത്തി. പിന്നെ നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു അറ്റാച്ച്ഡ് റൂമാണ് നോക്കാനുള്ളത്. ഈ ഒരു റൂമിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാളിൽ കംപ്ലീറ്റ്ലി നമുക്ക് ഇവിടെ ഒരു വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിൻ്റെ ഹൈലൈറ്റായിട്ട് കാണുന്നൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇത്രയും ഏരിയ, നമ്മൾ ശരിക്കും നോക്കുമ്പോൾ ഇത്രയും ഏരിയ കംപ്ലീറ്റ്ലി വാർഡ്രോബാണ് കാണുക. ഇതിലൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് എന്നുള്ളത് അറിയാൻ സാധ്യത കുറവാണ്. കാര്യം ഈ ഒരു വാർഡ്രോബ് ഇതുപോലെ തന്നെ ഇവിടെയും ഒരു വാർഡ്രോബ് ഉണ്ടാവും. അതിൻ്റെ അകത്തൂടെ വാർഡ്രോബിൻ്റെ ഡോറ് തുറന്ന് അതിൻ്റെ അകത്തൂടെ വേണം നമ്മൾ ഈ അറ്റാച്ച്ഡ് ടോയ്ലറ്റിലോട്ട് കയറി പോകാൻ. അത് നമുക്ക് നല്ല രീതിക്കൊരു പ്രൈവസി കീപ്പ് ചെയ്യുന്നതും നല്ല രീതിക്ക് ഈ ഒരു വീടിൻ്റെ സ്പേസ് കിട്ടുന്നതുമായിട്ടുള്ളൊരു എലമെൻ്റാണ്. അപ്പോൾ നമ്മൾ ഈ ടോയ്ലറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബാത്തിങ് ഏരിയ ഉണ്ട്, ക്ലോസറ്റ് ഉണ്ട്, വാഷ് ബേസ് ഉണ്ട്, മറ്റെല്ലാ ഫെസിലിറ്റീസും ഉൾപ്പെടെയുള്ളൊരു ടോയ്ലറ്റാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു ടോയ്ലറ്റാണ് ഈ റൂമിനും കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നേരെ ഈ ടോയ്ലറ്റിൽ നിന്നും ഇറങ്ങി ഈ വാർഡ്രോബിൻ്റെ അകത്തൂടെ വന്ന് നമ്മളിനി റൂം നോക്കാം. ഈ റൂം നോക്കുമ്പോൾ 6x6 ഒരു കിങ് സൈസ് ബെഡാണ് കൊടുത്തിട്ടുള്ളത്. ബാലൻസ് ഈ ഒരു വാർഡ്രോബും കഴിഞ്ഞ് ഇവിടെ ഒരു സോഫ സീറ്റിംഗ് ഏരിയ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടെ കഴിഞ്ഞ് ഇത്രത്തോളം സ്പേസ് ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ റൂമിൻ്റെ സൈസ് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എല്ലാ എലമെൻറ്റ്സും നമുക്ക് കറക്റ്റ് സ്കെയിൽ എലമെൻ്റാണ്, ഒറിജിനൽ സൈസിലുള്ള എലമെൻറ്റ്സിൻ്റെ സൈസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബാലൻസുള്ള സ്പേസ് എല്ലാത്തിലും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 4 കള്ളിയുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 1-2 കള്ളിയുടെ വിൻഡോ കൊടുക്കാവുന്നതാണ്, ഓപ്ഷണലാണ്. ഞാൻ ഈ റൂമിൽ ഇവിടെ വിൻഡോ കൊടുത്തത് കാരണം ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ റൂമും നമ്മൾ കഴിഞ്ഞു. ഇനി നോക്കാനുള്ളത് നമുക്ക് കോർട്ട്യാർഡാണ് നോക്കാനുള്ളത്. കോർട്ട്യാർഡ് ഇവിടെ ഒക്കെ നമുക്ക് ഗ്ലാസിൻ്റെ ഒരു ഹാൻഡ് റെയിലായിരിക്കും കൊടുത്തിട്ടുണ്ടാകും, ഇവിടെയും ഇവിടെ ഈ ഒരു പാസേജിലും. ഇനി ഇതാണ് നമുക്ക് കോർട്ട്യാർഡിലോട്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്പ്. ഈ കോർട്ട്യാർഡ് നമുക്ക് പല രൂപത്തിൽ സജ്ജീകരിക്കാം. മുകളിൽ റൂഫ് ടോപ്പ് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് ചെയ്യാം, റൂഫ് ടോപ്പ് നമുക്ക് ക്ലോസ് ആക്കിയിട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമുക്ക് സൗകര്യമെങ്കിൽ രണ്ടും ഇതിന് ഓപ്ഷനിലാണ്, 2 ഓപ്ഷനും ഇതിന് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്കൊരു പൂളാക്കിയിട്ട് അങ്ങനെയും സെറ്റ് ചെയ്യാം. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു കോർട്ട്യാർഡ് വരുന്നത്, അത്യാവശ്യം വീതിയുമുണ്ട്. പൂളായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലൊരു ഭംഗിയാണ്. അല്ലാതെ ടോട്ടലി നമുക്ക് ലാൻഡ്സ്കേപ്പ് പ്ലാന്റ് ഏരിയ ആയിട്ട് അങ്ങനെയും സെറ്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് പറഗോള ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ കോർട്ട്യാർഡിലോട്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട് സൈഡാണ് വരുന്നത്. അപ്പോൾ ഈ കോർട്ട്യാർഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. പൂളായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ല പ്ലാന്റ് ഏരിയ ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് ഇതിൻ്റെ ഫ്ലോർ ഏരിയയിൽ നിന്നും താഴോട്ട് ഒരു 3 സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ്, അത്രയും താഴ്ചയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു ഭംഗിയും വരിക. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ചെറിയൊരു കപ്പിൾ കോഫി ടേബിളിട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കോഫി ഏരിയ ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, റൂഫ് ടോപ്പ് ഓപ്പൺ ആണെങ്കിൽ ഒരു ഗ്രില്ല് എന്തെങ്കിലും റൂഫിൽ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് പ്രൈവസി കൂടുതൽ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീടിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമ്മൾ നോക്കാനുള്ളത് ഈ ഒരു വീടിൻ്റെ പോർച്ച് നോക്കണം. ഔട്ട് സൈഡിൽ നിങ്ങൾ എലിവേഷനിൽ കണ്ട പോലെ തന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു കാർ പോർച്ചാണ് ഈ ഒരു വീടിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡബിൾ കാർ പോർച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഈ എലിവേഷനിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. 2 കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. 2 കാറ്
ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിർത്താവുന്നത്ര സ്പേഷ്യസ് ആയിട്ടാണ് ഇതിൻ്റെ കാർ പോർച്ച് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാർ പോർച്ച് സൈഡിൽ വരുന്നത് കൊണ്ട് എലിവേഷനിൽ പ്രത്യേകതരം ഒരു ഭംഗി കൂടെ ഈ ഒരു കാർ പോർച്ചിന് എടുത്തു കാണിക്കുന്നതാണ്. ഇനി ഈ ഒരു വീടിൻ്റെ ടോട്ടലി ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ലിവിങ് ഹാളിൽ ഇരുന്നിട്ട് നോക്കുന്ന ആൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊന്നും ഡയറക്റ്റ് ഒരു കാഴ്ച വരുന്നതല്ല. എന്നാൽ ഇവിടെ ഈ പാസേജിൽ ഇരിക്കുന്നവർക്ക് കംപ്ലീറ്റ് എല്ലായിടത്തേക്കും പാസേജ് കാഴ്ച വരും. അത് നമുക്കൊരു പ്രൈവസിയാണ്. ലിവിങ് ഹാൾ നമുക്ക് എപ്പോഴും നമ്മളുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന ആളുകളായിരിക്കില്ല, കുറേ അപരിചിതരും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു പ്രൈവസി കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ ഒരു വീടിൻ്റെ പ്ലാൻ കണ്ട ഉടൻ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ ഒരു പ്ലാൻ ഭംഗിയുണ്ടോ ഇല്ലേ എന്നുള്ളത്. എനിക്ക് ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലാനാണ് ഈ ഒരു പ്ലാൻ വരുന്നത്. നമുക്ക് ഇത്രയും ഏരിയ, ഈ ഒരു 2 കാർ പോർച്ച് അടക്കം ഈ ഒരു വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 1900 സ്ക്വയർ ഫീറ്റാണ്. 3 ബെഡ്റൂമോട് കൂടെ ഈ ഒരു വീടിൻ്റെ ടോട്ടൽ ഈ ഒരു കോർട്ട് യാർഡ് അടക്കം കാർ പോർച്ച് അടക്കം വരുന്നത് 1900 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീടിന് വരുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് ഒന്നുകൂടെ സ്പേഷ്യസ് ആയിട്ട് ചെയ്യണമെങ്കിൽ സ്പേഷ്യസ് ആയിട്ട് ചെയ്യാം, ചുരുക്കിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചുരുക്കിയിട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ കാർ ഗ്യാരേജൊക്കെ നേരെ പകുതിയാവും, സിംഗിൾ കാർ ഗ്യാരേജ് ആവും. പക്ഷെ അതൊക്കെ ഈ വീടിനെ ഭംഗിക്ക് ബാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചുരുക്കി ചെയ്യുന്നത് നോക്കണ്ട, സ്പേഷ്യസ് ആയിട്ട് എത്ര ചെയ്യുന്നോ അത്രയും ഭംഗി കൂടുതൽ കിട്ടും ഈ ഒരു വീടിന്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലാൻ ചെയ്യുമ്പോൾ ഇൻറ്റീരിയർ കൂടെ ലേ ഔട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് സ്പേസ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഞങ്ങളുടെ മെയിൽ ഐഡിയുമായി ബന്ധപ്പെടുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്.